ഈച്ചക്കര അഥവാ എണ്ണക്കര നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എന്താണ് ഈ എണ്ണക്കര എന്ന് പറയുന്നത്? നമ്മുടെ പ്രകൃതിയിൽ നമ്മുടെ വീടിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടാകുന്ന ഈച്ച എന്നെ വളർത്തുന്ന ഈച്ച അതിൽ ഓട്ടോമാറ്റിക്കായി ഉണ്ടാകുന്ന ഒരു വൃക്ഷമാണ് എണ്ണക്കര അഥവാ ഈച്ചക്കര. ഇത് ധാരാളമായി ഇതിലെ ഈ ഇലയുമേൽ ഈച്ചകൾ ധാരാളമായി ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇതാണ് എണ്ണക്കരയുടെ കൊമ്പ്. ഈ കൊമ്പ് ഞാൻ ശേഖരിച്ച് കൊണ്ടുവന്നതാണ്. ഈ കാണുന്ന മുട്ടകളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ ധാരാളമായി ഈച്ചയുണ്ട്. നമുക്കൊന്ന് പൊട്ടിച്ച് നോക്കാം. ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ ഈച്ച. നിറയെ ഈച്ചകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെ ഈച്ചക്കര എണ്ണക്കര എന്നും പറയുന്നു. ഇതൊക്കെ ഈച്ചയാണ്, ഈച്ചയുടെ മുട്ടകളാണ്. ഈ കാണുന്നെല്ലാം ഈച്ചയുടെ മുട്ടകളാണ്. ഇതിൽ ധാരാളമായി നിങ്ങളുടെ സ്ഥലത്തും നിങ്ങളുടെ പറമ്പിലെല്ലാം ഈ ഈച്ചക്കര ധാരാളമായി കണ്ടുവരുന്നു. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായും ഈ എണ്ണക്കര ഈച്ചക്കര തോല് കഴിക്കണം. അല്ലെങ്കിൽ ഇതുപോലെ ധാരാളമായി ഈച്ചയുടെ മുട്ടകൾ ഉണ്ടാവും. തൽഫലമായി ഇഷ്ടം പോലെ ഈച്ചകൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരും. ഇതാണ് ഇതിൻ്റെ മക്കൾ. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സംഗതികളാണ്. ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഒരു എണ്ണക്കര നിങ്ങൾ വീട്ടിലുണ്ടായിക്കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ഈച്ചകൾ അവിടെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് നിർബന്ധമായി നിങ്ങൾ ഈ ഈച്ചക്കര എന്ന് പറയുന്ന എണ്ണക്കര ഈ വൃക്ഷം നിങ്ങൾ തോല് കഴിച്ചിടണം. ഇതുപോലെ ധാരാളം കുമിളകൾ ഉണ്ടാകും. ഈ കുമിളയിൽ നിറച്ചും ഈച്ചയുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാകും. അങ്ങനെ ഈച്ച വളർന്നു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾ ഇത് ഓട്ടോമാറ്റിക്കായി ഈ കുരു പൊട്ടുകയും ഈച്ച പുറത്തു പോവുകയും ചെയ്യുന്നതാണ്. ഇതാണ് ഈച്ചക്കരയുടെ മരം. ഇത് വലിയ വൃക്ഷമാവും, വലിയ തടിയാവും. പ്രത്യേകിച്ച് ഒരു ഫർണിച്ചറിനൊന്നും ഇത് പറ്റുകയില്ല. വിറകിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ എണ്ണക്കരമ അഥവാ ഈച്ചക്കരമേലാണ് ഈച്ചകൾ വളരുന്നത്. ഇത് പ്രകൃതിയാൽ ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് ഈ ഈച്ച വസിക്കുന്ന കൊമ്പ് കണ്ടില്ലെങ്കിൽ നിങ്ങൾ കാണാം. ഇതാണ് ഇതിൻ്റെ ഭംഗി. അതുകൊണ്ട് നിർബന്ധമായി നിങ്ങളുടെ വീട്ടിൽ പറമ്പിൽ ഈ ഈച്ചക്കര ഉണ്ടെങ്കിൽ നിർബന്ധമായി തോല് കഴിച്ചിടുക. ഇതിൻ്റെ കൊമ്പ് കുത്തിയാലും ഇത് ഉണ്ടാവുന്നതാണ്. ഇതുമേൽ ഏക ഗുണം നല്ലവണ്ണം കുരുമുളക് ഇതുമേൽ പടർത്താമെന്നാണ് ഇതിൻ്റെ ഗുണം. നല്ലവണ്ണം കുരുമുളക് ഈ ഈച്ചക്കരമേൽ അഥവാ എണ്ണക്കരമേൽ ഉണ്ടാകും. നല്ല തോലുമാണിത്. ഓക്കെ, താങ്ക് യു.